ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആക്ച്വലി തിരുവനന്തപുരം തന്നെയാണ്. തിരുവനന്തപുരത്ത് ഒരിക്കൽ കൂടി നമ്മൾ അമ്പൂരിയിൽ വന്നിരിക്കുകയാണ്. അമ്പൂരിക്ക് വളരെ അടുത്തായിട്ടുള്ള കാളിപ്പാറ എന്നുള്ളൊരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമുക്ക് പോകേണ്ട വഴി കേട്ടോ. ഇത് ചിലപ്പോൾ ഗൂഗിൾ മാപ്പ് ഒന്ന് തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഈ ഒരു ടെക്സ്റ്റ് അതുപോലെ ഇവിടെ ഒരു ബയോവേദ ആയുർവേദിക് റിസോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അപ്പോൾ ഈ ആർച്ച് ഓൾറെഡി ഇതുണ്ടായിരുന്നു. അതെനിക്കൊന്ന് പെയിൻറ്റിങ്ങൊക്കെ എഴുതിയത് മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാളിപ്പാറ എന്നുള്ളതാണ് ഈ ഒരു ഏരിയയുടെ പേര്. അതുപോലെ അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. അങ്ങോട്ടേക്കൊരു ക്ഷേത്രമൊക്കെ ഉണ്ട്. അതിൻ്റെ ബോർഡും പേരും ഒക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ അതിലും ആർച്ചിലെ പേര് എഴുതിയിട്ടോ ചെറുതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത് എഴുതുമായിരിക്കും. നമുക്ക് എന്തായാലും മുകളിലോട്ട് പോയി നോക്കാം. നല്ല കുത്തനെ കയറ്റമുണ്ട്. അതെ, നമ്മുടെ മാപ്പിൽ സ്ഥലം എത്തി. ഞാൻ കാളിപ്പാറ ലോകാംബിക ടെമ്പിൾ എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തിയെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ നല്ലൊരു കാഴ്ചയുള്ളൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ചേച്ചി ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം. നല്ല അവിടെയൊക്കെ കോടം ഇങ്ങനെ മൂടി കയറുന്നുണ്ട്. അഗസ്ത്യമലയുടെയൊക്കെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. നമ്മൾ ഈ അമ്പൂരിയിലൊക്കെ വരുമ്പോൾ അഗസ്ത്യമലയൊക്കെ അത്യാവശ്യം ക്ലിയറായിട്ട് കാണാൻ പറ്റും. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവിടെ ഒരു പാറയൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഇതല്ല ആക്ച്വലി ലൊക്കേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് അങ്ങോട്ട് നടക്കേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അമ്പലമൊക്കെ മുകളിലുണ്ട് എന്നാണ് ഞാൻ പല റിവ്യൂസിലും വായിച്ചത്. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. ജസ്റ്റ് ഒന്ന് നടന്നു നോക്കുകയാണ്. അപ്പോൾ ഇതുവഴി പോയൊരു ചേച്ചിയോട് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ് ഇവിടെയും ആൾക്കാർ വരാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പാറയുണ്ട്, ഇവിടെയും കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ആഹാ, അടിപൊളിയാണല്ലോ. ഓക്കെ, പേര് പോലെ തന്നെ ഇവിടെ ഒരു പാറയുണ്ട്, നമ്മുടെ ചേച്ചി പറഞ്ഞ പോലെ. ഓ, അടിപൊളി കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ നെയ്യാർ ഡാമിൻ്റെ ഒരു വ്യൂ ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമുക്ക് അപ്പുറത്തോട്ട് പോയി നോക്കാം. അവിടെ കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും. മുള്ളുള്ള ഇതാ നമ്മുടെ കള്ളിമുൾ ചെടിയൊക്കെ ഉണ്ട്. ദേ കാക്ടസ്. ഇങ്ങനെ കുത്തനെയുള്ള പാറ. ഇതുവഴിയൊന്നും കയറാൻ സ്ഥലമില്ല. നമുക്ക് നേരത്തെ കണ്ട ആ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവഴി നമുക്ക് കയറാനൊരു വഴി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കയറി വന്നു കഴിയുമ്പോൾ വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കണ്ടോ. അതെ, ആ നെയ്യാർ ഡാമിൽ തുറന്നു വിട്ടിരിക്കുകയാണ് കേട്ടോ ഷട്ടേഴ്സൊക്കെ. അതാണ് ആ സൗണ്ട് നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാം ചെറുതായിട്ട്. അതാണ് ഇവിടെ അടുത്ത് വെള്ളച്ചാട്ടമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ഓർക്കുകയും ചെയ്തു. അപ്പോഴാണ് കയറി വന്നപ്പോൾ ഈ ഷട്ടർ തുറന്നു കിടക്കുന്നുണ്ട് കേട്ടോ. 4 ഷട്ടറും തുറന്ന് കിടപ്പുണ്ട്. അവിടെയൊക്കെ ആ റിസർവോയർ നല്ല ക്ലിയർ ആയിട്ട് കാണാം. കൊള്ളാം. ഇതോ അവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ കണ്ടോ മേഘങ്ങൾ മൂടിയിട്ട്. ആക്ച്വലി അതിൻ്റെ പിന്നിലൊക്കെ മലകളുണ്ട് കേട്ടോ. അതുപോലെ അത് കണ്ടോ നല്ല ഹൈറ്റിലാണ്. കൊള്ളാം, നല്ലൊരു ഫീലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തോട്ട് ഒന്ന് പോയി നോക്കാം. ആ അമ്പലം ഇരിക്കുന്നത് നല്ല ഹൈറ്റിലാണെന്ന് ഞാൻ പല റിവ്യൂസിലും വായിച്ചത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ. നേരത്തെ നമ്മൾ അങ്ങോട്ടാണ് പോയത് കേട്ടോ. ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റില്ലേ, അത് ആ ഭാഗത്തായിരുന്നു ആ ബയോവേദ റിസോർട്ടൊക്കെ ഉള്ളത്. ഇവിടെ ഒരു ബോർഡ് കണ്ടു, ക്ഷേത്രയോഗം, ശ്രീ ലോകാംബിക ക്ഷേത്രയോഗം. അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് പോയി നോക്കാം. അങ്ങോട്ടായിരിക്കും മുകളിലോട്ടൊക്കെ പോകാനുള്ളതും മുകളിലത്തുള്ള അമ്പലത്തിലേക്ക് പോകാനുള്ളതൊക്കെ വഴിയൊക്കെ അങ്ങോട്ടായിരിക്കാം. എന്തായാലും അത് കുറച്ച് ദൂരം നല്ലൊരു കോൺക്രീറ്റ് ഇട്ട റോഡ് കാണുന്നുണ്ട്. നമുക്ക് ബൈക്കുമായിട്ട് പോയി നോക്കാം. അവിടെ നിന്നൊരു 200-300 മീറ്റർ വന്നപ്പോൾ തന്നെ നമ്മളിത് ഇവിടെ ഒരു അറ്റത്തൊരു ഡെഡ് എൻഡ് പോലെ എത്തി. ഇവിടെ ഒരു വീടാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്കാണെന്ന് തോന്നുന്നു. അത് അവിടെ ഒരു വാട്ടർ അതോറിറ്റിയുടെ ബോർഡൊക്കെ കാണും. പക്ഷേ പിടിച്ച് കയറാനായിട്ട് ഇവിടെ കൈവരിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം. ഇത് തന്നെ ആയിരിക്കണം, വേറെ ബോർഡൊന്നും ആകുമ്പോൾ കുറച്ച് തെന്നാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം പാറ മാത്രമല്ലേ ഉള്ളൂ, വെള്ളം ഇറങ്ങുന്നുണ്ട് ചില ഭാഗങ്ങളിൽ. അപ്പോൾ അവിടെയൊക്കെ ഇത്തിരി പായൽ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതുവഴി കയറുമ്പോൾ സൂക്ഷിക്കണം. അതുപോലെ തിരിച്ചിറങ്ങുമ്പോഴും നല്ല കുത്തനെ ഇറക്കം പോലെ തോന്നാൻ ചാൻസ് ഉണ്ട്. കാണിച്ചു തരാം, കണ്ടോ. സൂക്ഷിച്ച് പിടിച്ചിറങ്ങണം. ഈ കൈവരി ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ടെൻഷനാവും. എന്തായാലും നമുക്ക് ഇത്രയും കയറിയപ്പോൾ തന്നെ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് ആ ഒരു മലയുടെയൊക്കെ. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോയി നോക്കാം. അത് അവിടെ പടിക്കെട്ടുകളൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. എന്താണ് കാഴ്ചകളെന്നറിയാൻ വേണ്ടി നമുക്ക് മുന്നോട്ട് നടന്നു. അപ്പുറത്തെ ഒരു വ്യൂ പോയിന്റിൽ വന്നില്ലേ, അപ്പോൾ അവിടെ വന്നിട്ട്
തിരിച്ചു പോകാമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നല്ല ക്ലൈമറ്റും സമയപ്പം കണ്ടോ 7:30 കഴിഞ്ഞു. എന്നിട്ട് ഇതുവരെ വെയിലൊന്നും വന്നിട്ടില്ല, നല്ല കാറ്റുമുണ്ട്. അപ്പോൾ ഇത്രയും പോസിറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉള്ളപ്പോൾ നമ്മൾ ഉടനെ ഈ ഒരു വ്യൂ പോയിൻറ്റും കൂടെ കയറി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ചെറിയ കയറ്റമാണെങ്കിലും കിതയ്ക്കും കേട്ടോ, ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കയറ്റമൊന്നും അല്ല. അപ്പോൾ നമ്മൾ നേരത്തെ വാട്ടർ അതോറിറ്റിയുടെ ബോർഡ് കണ്ടത് ആക്ച്വലി ഇതൊരു വലിയ ടാങ്കാണ് കേട്ടോ. തൊട്ടപ്പുറത്ത് നെയ്യാർ ഡാം ആയതുകൊണ്ട് ഇവിടെ ഒരു വാട്ടർ ടാങ്ക് കണ്ടതിൽ അത്ഭുതമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് മുകളിലോട്ട് പോകാം. തൊട്ടപ്പുറത്ത് തന്നെ നെയ്യാർ ഡാമാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാം. ദേ ആ കാണുന്ന റിസർവോയർ നെയ്യാർ ഡാമിൻ്റെ ആണ് കേട്ടോ. അവിടെയൊക്കെ കാണാൻ പറ്റും. കിടിലം വ്യൂ ആണല്ലോ. ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് കയറി നോക്കാം. അപ്പോൾ അതെ ഇതാണ് ഞാൻ പറഞ്ഞ വാട്ടർ ടാങ്ക്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെയുള്ള പടിക്കെട്ടുകളിൽ കൂടെ കയറി ഇവിടെ എത്താം. ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വ്യൂ കിട്ടും. ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇത് അവിടെയും പടിക്കെട്ടുകൾ ചെയ്തു വെച്ചിട്ടുണ്ട് പാറയിൽ. അപ്പം അതിന് മുകളിലോട്ട് നമുക്ക് പോവാം കേട്ടോ. മുകളിലോട്ടൊരു കാട് പോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും പോയി നോക്കാം. ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. റിവ്യൂസിലൊക്കെ കുറേ പേര് വന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഇത്രയും സമയമായിട്ട് ആരെയും കാണുന്നില്ല. ഇനി വൈകിട്ടൊക്കെയാണോ വരാറ് എന്നെനിക്കറിയില്ല. ഇനി ഇന്നലെ മഴ പെയ്തുകൊണ്ട് മഴക്കാർ മേടിച്ചിട്ടാണോ, മഴക്കാറുണ്ട് ഓൾറെഡി. കണ്ടോ ഇതുവരെയും വെയിലങ്ങനെ ശരിക്കും വന്നിട്ടില്ല. അതോ അവിടെ സൂര്യൻ ഒളിച്ച് കളിക്കുക. കൊള്ളാം, അടിപൊളി. നമ്മൾ അമ്പൂരിയിൽ വന്നൊരു കിടിലം ഹോം സ്റ്റേയിലൊക്കെ സ്റ്റേ ചെയ്തായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ അന്ന് അമ്പൂരിയിൽ വന്നപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞായിരുന്നു ഇതിന് തൊട്ടടുത്താണ് കാളിപ്പാറ, ഫാമിലി ആയിട്ടൊക്കെ വേണമെങ്കിൽ ഒന്ന് പോകാമെന്നൊക്കെ. ആക്ച്വലി ഫാമിലി ആയിട്ട് വരാൻ കേട്ടോ, എനിക്ക് വലിയ റിസ്ക്കി ആയിട്ട് തോന്നുന്നില്ല. ഈ മഴ പെയ്ത് കഴിയുമ്പോൾ അതോ ഇത് കണ്ടോ, ഇവിടെ ഈ വെള്ളം വീണ് ഫുൾ പായലാവാൻ സാധ്യതയുണ്ട്. കാരണം ഫുൾ പാറയാണ് ഇവിടെ കണ്ടോ. അപ്പോൾ അത് പായൽ വന്നു കഴിയുമ്പോൾ തെന്നാൻ സാധ്യതയുണ്ട്. അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു റിസ്ക് ആയിട്ട് തോന്നുന്നത്. അല്ലാതെ എനിക്കൊന്ന് ഫാമിലി ആയിട്ടൊക്കെ വന്നാലും അടിപൊളിയായിരിക്കും. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് ഇവിടെ കണ്ടോ. നല്ല കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ആംബിയൻസ്, നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ. ഞാൻ വിചാരിച്ച വെയിലൊക്കെ ആയിരിക്കും, നേരത്തെ പോകണമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ കുഴപ്പമില്ല. മേ ബി ഈ ഒരു ടൈമിലെ ക്ലൈമറ്റിൻ്റെ ആയിരിക്കും. കാരണം ഇന്നലെയും മഴ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ജൂലൈ അവസാനമാണ് കേട്ടോ. അപ്പം ഈ ഒരു ടൈമൊക്കെ നല്ലതാണ്, കൊള്ളാം. അപ്പോൾ എന്തായാലും ഇതാ അങ്ങോട്ട് ആ കാണുന്ന പടിക്കെട്ടുകളും കൂടെ നമുക്കൊന്ന് കയറി എന്തെങ്കിലും കാണാൻ പറ്റുമോ നോക്കാം. അത് നമ്മൾ ഈ കുത്തനെയുള്ള ഈ ഒരു പാറയമേ പണിത് വെച്ചിട്ടുള്ള പടിക്കെട്ടുകൾ കയറുകയാണ്. എന്തായാലും ഈ ഒരു കൈവരി ഉള്ളതുകൊണ്ടേ നല്ല എളുപ്പമാണ് കയറാൻ. പക്ഷെ എന്നാലും ശ്രദ്ധിച്ച് കയറണം. അതുകൊണ്ടോ ഗ്യാപ്പ് കുറവാണ്. അപ്പോൾ എന്തായാലും ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ടൊന്ന് കയറട്ടെ. നമ്മൾ നേരത്തെ നിന്ന് ആ ഒരു വലിയ പാറയൊക്കെ കഴിഞ്ഞ് കുത്തനെയുള്ള പടിക്കെട്ടുകളൊക്കെ കയറി ഇവിടെ എത്തി കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് വഴി കാണുന്നത്. അപ്പോൾ നല്ല കിട്ടിലും കാറ്റാട്ടോ, ഈ രക്ഷയില്ലാത്ത കാറ്റ്. കൊള്ളാം, നല്ല ഹൈറ്റിലാണ് നമ്മൾ. ഇതോ നെയ്യാർ ഡാമിൻ്റെ റിസർവോയർ. നമ്മൾ നേരത്തെ താഴത്തെ ഒരു വ്യൂ പോയിൻ്റ് കണ്ടില്ലേ, അതിനെക്കാട്ടും കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടും, പക്ഷേ കുറച്ചുകൂടെ മുകളിലാണ് നമ്മൾ. അതിനെക്കാട്ടും കുറച്ചുകൂടെ മുകളിലായിട്ടും നമുക്ക് നെയ്യാർ ഡാമിൻ്റെ ഷട്ടർ തുറന്ന് വെള്ളം ഒഴുകുന്ന നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കൊള്ളാം. ഓ അങ്ങോട്ടാണെന്ന് തോന്നുന്നു, പിന്നെയും കയറാനുണ്ട്. ഇവിടെയും കൂടെ കൈവരി ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു. കുറച്ച് കുത്തനെയായിട്ടുള്ള പാറക്കെട്ടുകളൊക്കെ കയറി. അപ്പോൾ വഴിയിൽ ചില സ്ഥലങ്ങളിലൊക്കെ ആരോ മാർക്ക് താഴെ വരച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, വഴി തെറ്റാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതിന് ഇങ്ങോട്ടാണ് പോകേണ്ടത് നമുക്ക്. കൊള്ളാമല്ലേ, നല്ലൊരു ആംബിയൻസ്, ഒരു കാടിൻ്റെ ഫീല്. ഓ അവിടെയാണ് ക്ഷേത്രം. അപ്പുറത്തെ പാറയിൽ പോകാൻ പറ്റും. ഇവിടെ കുറേ പാറകളുണ്ട് കേട്ടോ നമുക്കിങ്ങനെ പോകാൻ പറ്റിയ. ഓ അതിത്തിരി ഡേഞ്ചറാണെന്ന് തോന്നുന്നു. പക്ഷെ അവിടെ വേറെ ഇങ്ങനെ കാഴ്ചകൾ നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ കുന്നും മലകളും കാണാം. ഓക്കെ, അവിടെ ഇത്തിരി റിസ്ക്കാണ്. പോകുന്നതിന് പ്രശ്നമില്ല, പോകുന്നൊരു സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് നിങ്ങൾ ഒറ്റയ്ക്കൊക്കെയാണ് വരുന്നതെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് ഈ പാറ പറ്റുമെങ്കിൽ ഒന്ന് കയറി നോക്കാം. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ എന്താണെന്നൊന്ന് അറിയണമല്ലോ. ഓ അടിപൊളി. ഇത് വളരെ ഈസി ആയിട്ട് കയറാം കേട്ടോ. നമ്മളിങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് പേടിക്കണ്ട. ഞാനൊന്ന് ആദ്യം പേടിച്ചു.
കൊള്ളാം, സംഭവം വളരെ ഈസി ആയിട്ട് നമുക്ക് കയറാൻ പറ്റും. കൊള്ളാം. മുകളിലെത്തുമ്പോൾ ഒരു സൈഡിൽ നല്ല നിരപ്പായ പാറയാണ് കേട്ടോ. നമുക്ക് ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം വേണമെങ്കിൽ കുറച്ച് നേരം. ഇപ്പോഴും വലിയ വെയിലൊന്നും വന്നിട്ടില്ല. അതിൻ്റെ ഏറ്റവും മണ്ടയിലാണ് ഇവരുദ്ദേശിക്കുന്ന ക്ഷേത്രമെന്ന് തോന്നുന്നു. സായപ്രദ അവിടെ കയറാൻ കൈവരിയൊക്കെ ഉണ്ട്. കിടിലം കേട്ടോ, നല്ല ഹൈറ്റിലാണ് അത്. കണ്ടോ, എനിക്കൊന്ന് ഇവിടെ തന്നെ നല്ല വ്യൂ കിട്ടും. ഒരു 360 ഡിഗ്രി വ്യൂ വേണം എന്ന നിർബന്ധമുള്ളവർ തീർച്ചയായിട്ടും അതിൻ്റെ മണ്ടയ്ക്ക് കയറിയോ. നമ്മൾ നിന്ന മല അതേ ഇതാണ് കേട്ടോ, ഇപ്പോൾ കയറിയ പാറ. അപ്പോൾ അത് ഇവിടെ ഇങ്ങോട്ടൊരു വഴിയും കൂടെ കാണുന്നുണ്ട്. നമുക്ക് അത് എന്തായാലും വന്ന സ്ഥിതിക്ക് അതും കൂടെ എന്താണ് അവിടെ നല്ല കാഴ്ച ഉണ്ടോ എന്ന് നോക്കിയിട്ട് പോകാം. ഇവിടെ ഒരു ഓപ്പൺ വ്യൂ, അതായത് ഒരു ഓപ്പൺ പാറ പോലെ കാണുന്നുണ്ട്. എനിക്കൊന്ന് ഇവിടെ പൊങ്കാല ഉണ്ടാവും. അവിടെ ഇഷ്ടികയൊക്കെ അടുക്കി വെച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ വിളക്ക് കത്തിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. കൊള്ളാലോ, അടിപൊളിയാണല്ലോ. ഇതുവഴിയൊന്നും കയറാൻ നോക്കരുത്, കാരണം ഭയങ്കര സ്റ്റീപ്പാണ്. നമുക്ക് വേറെ കൈവരിയൊക്കെ വെച്ചിട്ടുള്ള വഴികളുണ്ട്. ഇവിടെ വന്നാൽ കുറച്ചുകൂടെ ക്ലിയറായിട്ട് നമുക്ക് നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ ആ റിസർവോയറിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. കൊള്ളാമല്ലേ, കാറ്റുള്ളതുകൊണ്ട് നല്ല സുഖമുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. പിന്നെ ഇങ്ങോട്ടേക്ക് മുകളിൽ അമ്പലം ഉള്ളതുകൊണ്ട് അവർ പാദരക്ഷകളുടെ മുകളിലോട്ട് ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ വേറെ ആളൊന്നും ഇല്ലല്ലോ, മാത്രമല്ല ഇവിടെ എഴുജന്തുക്കളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ പറയുക, നമ്മുടെ ഷൂസ് ഇവിടെ ഊരിയിട്ടിട്ട് പോകാൻ എനിക്കൊരു പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മുകളിലോട്ട് പോകുന്നില്ല. മുകളിൽ പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഫുൾ ഒരു 360 ഡിഗ്രി വ്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ മുകളിൽ കയറുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും ഞാനിവിടെ വന്നിട്ട് താഴോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കാളിപ്പാറ വ്യൂ പോയിൻറ്റിലെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ ഓൾറെഡി വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമൻസിൽ ഷെയർ ചെയ്യുക. അപ്പോൾ എനിക്കും കൂടി അറിയാമല്ലോ, നിങ്ങൾ ഏറ്റവും മണ്ടയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആ കാഴ്ചയും അവിടുത്തെ അനുഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കമൻസിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ വേറൊരു ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊട്ടടുത്ത് കടകളൊന്നുമില്ല. നിങ്ങൾ വരുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ജംഗ്ഷനുണ്ട്. എനിക്കൊന്ന് കാട്ടാക്കടയിൽ നിന്നോ എന്തെങ്കിലും ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചുകൊണ്ട് വന്നാൽ നന്നായിരിക്കും. കാരണം കുത്തനെയുള്ള കയറ്റമുണ്ട്, തളരും. മാത്രമല്ല നിങ്ങൾക്ക് മുകളിൽ കുറച്ച് നേരം ഇരിക്കുകയും ചെയ്യാം വെള്ളമൊക്കെ കുടിച്ചിട്ടേ. പിന്നെ കുപ്പി ഇവിടെ എവിടെയും കളയരുത്. ഒന്നാമത് അങ്ങനെ ഒട്ടും പൊല്യൂട്ടഡ് അല്ലാത്ത ഒരു സ്ഥലമാണ്. നമ്മൾ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിലും ഒട്ടും പൊല്യൂട്ടഡ് അല്ല ഇതുവരെയും. ഇപ്പോൾ ദയവായിട്ട് അത് ശ്രദ്ധിക്കുക. മാത്രമല്ല രണ്ടാമത്തെ കാര്യം, ഒരു അമ്പലം ഇവിടെ ഉള്ളതാണ് മുകളിൽ. അപ്പോൾ അതിൻ്റേതായ ഒരിത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്, ബഹളമൊന്നും ഉണ്ടാക്കാതിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള യാത്രാവിശേഷങ്ങളും രുചിവിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.